ആൾക്കൂട്ടമുള്ള ഒരിടത്ത് തന്നെയാണ് പെൺകുട്ടി നടന്നു വരികയും ചെയ്തത്. പക്ഷെ അവിടെയുള്ള ആരും ആ പെൺകുട്ടിയെ ശ്രദ്ധിച്ചുമില്ല അല്ലേ? ഇങ്ങനെ ഒരു പെൺകുട്ടിയെ കണ്ട കാര്യം ആരും പോലീസിനോട് പറയുന്നുമില്ല അല്ലേ? ടൗണിൽ ഇല്ല, അങ്ങനെ ആരും കണ്ടതുമില്ല സായി. അതാണ് ഏറ്റവും സങ്കടം. ഇവിടെ കഴക്കൂട്ടത്തിൽ തന്നെയുള്ള ഈ കുഞ്ഞ് രാവിലെ ഇറങ്ങി എന്നാണ് പറയുന്നത്. ആരും കണ്ടതില്ല. നമ്മൾ രാവിലെ കണ്ടില്ല. നമ്മൾ ആദ്യമായിട്ട് ഇപ്പോൾ ഫോട്ടോയിൽ കണ്ടതേ ഉള്ളൂ ഈ കുട്ടിയെ. സാധാരണ ഇത്തരം ഒരു കുട്ടി ഒറ്റക്ക് പോകുമ്പോൾ ആരുടെയെങ്കിലും ശ്രദ്ധയിലെങ്കിലും പെടേണ്ടതാണ് അല്ലേ? ഒറ്റയ്ക്ക് കണ്ടിട്ടില്ല നമ്മളാരും ഇതുവരെ. ഇവിടെ പകലുണ്ടായ ഡ്രൈവർമാരൊക്കെ ചോദിച്ചായിരുന്നു. നൈറ്റ് ഓടുന്നവരാണോ? നൈറ്റും പകലും ഓടുന്നുണ്ട്. പകലിന്ന് ഫുൾ ഉണ്ടായിരുന്നു നമ്മളിവിടെ. രാവിലെയൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ പോലീസ് അവിടുന്ന് പരിശോധിച്ച് ഇങ്ങനെ വരികയാണ് ഇവിടേക്ക്. വലിയ സങ്കടം തന്നെയാണല്ലേ? നമ്മൾ ഇതിലൊക്കെ കിടപ്പുണ്ട്, വാട്സാപ്പിലൊക്കെ കിടപ്പുണ്ട്. എങ്ങനെയെങ്കിലും കിട്ടിയാൽ വിവരം കൊടുക്കുക. നമ്മളൊന്ന് വണ്ടി ഓടുന്ന സമയത്ത് നമ്മൾ അന്വേഷിക്കുന്നുണ്ട്. കണ്ടല്ലോ സായി, ഈ രീതിയിലാണ് ഓരോരുത്തരും. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോയാൽ പോലീസ് സംഘം മറ്റൊരു ഭാഗത്തേക്കുള്ള കട ലക്ഷ്യമാക്കി നീങ്ങുകയാണ്. CCTV പരിശോധിക്കുക തന്നെയാണ് ലക്ഷ്യം. ഇപ്പോൾ നമ്മൾ കണ്ടതുപോലെ ഈ ഓട്ടോറിക്ഷ ഡ്രൈവറെ പോലെ നൂറുകണക്കിന് ആളുകളാണ് അവർ ആ കുഞ്ഞിൻ്റെ ഫോട്ടോയും കൊണ്ട് പോകുന്നത്. ഇവിടെ ഇപ്പോൾ ഉള്ള ഓട്ടോ ഡ്രൈവർമാർ അവർ ഏതെങ്കിലും രീതിയിൽ സമാനമായ കുഞ്ഞിനെ കണ്ടെത്താൻ കഴിയുമോ എന്നുള്ളത് കൊണ്ടാണ് അവരും ഈ ഫോട്ടോയും കൊണ്ട് നടക്കുന്നത്. തൊട്ടടുത്ത്, അതായത് കഴക്കൂട്ടം ടൗണിൽ തന്നെയുള്ള മറ്റൊരു കടയിലേക്ക്, CCTV ഉണ്ടാകാൻ സാധ്യതയുള്ള കടയിലേക്ക് നീങ്ങുകയാണ്. നേരത്തെ വീട്ടിനടുത്തൊക്കെ തെരച്ചിലിനൊക്കെ സഹായിച്ചവരും പോലീസിനെ സഹായിക്കുന്നുണ്ട്. CCTV എന്തായിട്ടാ ഇവിടെ ഈ രണ്ട് കടകളിലും റോഡിലെ ക്യാമറ അവർ ഓഫ് ചെയ്തിരിക്കുന്നതുകൊണ്ട് കിട്ടില്ല. കടയ്ക്കകത്തുള്ള ക്യാമറ മാത്രമേ ഉള്ളൂ. നമുക്ക് അവിടെ മാത്രമല്ലേ നിലവിൽ അവിടെ ഉള്ളൂ. നമുക്ക് അപ്പുറത്തോട്ട് നോക്കാനുള്ള ഒരു ഇവിടെ നോക്കിയിട്ട് കിട്ടിയില്ല. ഞാൻ അപ്പുറത്തൊരു കടയുണ്ട്, ആ കടയിലേക്ക് പോകും. ഇതാണ് എല്ലാവരും കൂടിച്ചേർന്നുള്ള ഒരു പരിശോധനയാണ് ഇത്. പോലീസ് മാത്രമല്ല സായി, എല്ലാ വിഭാഗങ്ങളിലും പെട്ട ആളുകൾ ഈ തെരച്ചിലിൽ പങ്കാളിയാകുന്നു. ഇത്രയും സമയമായി ആ കുഞ്ഞിനെ കാണാതായിട്ട് ഏത് ഭാഗത്തേക്ക് പോയി എന്ന് കണ്ടെത്തുക എന്നുള്ളതാണ്. ഇവിടെ ഒന്നും ഉണ്ടാകില്ല എന്ന് ഏറെക്കുറെ അറിയാം. പക്ഷേ എങ്ങോട്ടേക്കാണ് ആ കുട്ടി പോയത്? ഒറ്റയ്ക്കാണ്. ആ കുഞ്ഞിപ്പോഴും തനിച്ചാണ്. എവിടെയാണ് എന്നറിയുന്നില്ല. ഇവിടെയുള്ള ഒരു CCTV അത് കിട്ടുമോ എന്ന പ്രതീക്ഷയാണ്. അടുത്ത സ്ഥലത്തേക്ക് നീങ്ങുകയാണ്. പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്, പ്രദേശത്തെ ആളുകളുണ്ട്. എല്ലാവരും ചേർന്ന് ഓരോ ഇടങ്ങളിലേക്കായി തെരച്ചിൽ ഇങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകുന്നു. ഇതാണ് കഴക്കൂട്ടം ജംഗ്ഷൻ. ഇവിടുന്ന് ഇതുവഴി ശ്രീകാര്യത്തേക്ക് തിരുവനന്തപുരം നഗരത്തിലേക്ക് പോകുന്ന റോഡ്. ഇവിടുന്ന് മുകളിലേക്ക് പോയാൽ ഇതാണ് കഴക്കൂട്ടത്തെ ഫ്ലൈ ഓവർ. ഇതുവഴി തിരുവനന്തപുരം നഗരത്തിലേക്ക് മറ്റൊരു വഴി, ദേശീയപാത വഴി കയറാം. കടയിലേക്ക് കയറുകയാണ്. നമുക്ക് നോക്കാം സായി ആ സാധ്യതകളും പോലീസ് പരിശോധിക്കുകയാണ്. അവിടെ നഗരപ്രദേശമാണ്, ടെക്നോ പാർക്കൊക്കെയുള്ള സ്ഥലമാണ്. സ്വാഭാവികമായും ആ പ്രദേശത്തുള്ള എല്ലാ കടകളും രാത്രിയേറെ വൈകിയും തുറന്ന് പ്രവർത്തിക്കുന്നതാണ്. അതുകൊണ്ട് പോലീസിന് എളുപ്പമുണ്ട്. നേരത്തെ പ്രസാദ് സൂചിപ്പിച്ചതുപോലെ എളുപ്പത്തിൽ CCTV ദൃശ്യങ്ങൾ ശേഖരിക്കാൻ പോലീസിന് കഴിയുന്നുണ്ട്. പക്ഷേ ഇതുവരെ ശേഖരിച്ച ഒരു ദൃശ്യങ്ങളിൽ നിന്ന് മാത്രമാണ് ആ പെൺകുട്ടിയുടേതെന്ന് കരുതുന്നത് ചില ദൃശ്യങ്ങളെങ്കിലും കിട്ടിയത്. അത് വീട്ടുകാർ ആ കുട്ടിയുടേതാണ് എന്ന് സ്ഥിരീകരിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ആശങ്കപ്പെടുത്തുന്ന കാര്യം 15 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു ആ പെൺകുട്ടിയെ കാണാതായിട്ട്. അവൾ മലയാളിയല്ല, മലയാള ഭാഷ അറിയില്ല, ആസാം സ്വദേശിനിയാണ്. ഇവിടെ കൂട്ടുകാരില്ല, കയ്യിൽ പണമില്ല. എവിടെ ഇത്രയധികം സമയമായിട്ടും എവിടെയാണ് ആ പെൺകുട്ടി മറഞ്ഞിരിക്കുന്നത് എന്നാണ് എല്ലാവരെയും ആശങ്കപ്പെടുത്തുന്നത്. എവിടെയെങ്കിലും മറഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ കണ്ടെത്താനുള്ള എല്ലാ ശ്രമങ്ങളും അത് പോലീസ് ഉദ്യോഗസ്ഥർ മാത്രമല്ല, ആ പരിസരത്തുള്ള ആ കുട്ടി അറിയുന്നവരും അറിയാത്തവരുമായിട്ടുള്ള എല്ലാവരും ഇപ്പോൾ ആ പരിശോധനയുടെ ഭാഗമാകുന്നുണ്ട്. വ്യാപകമായിട്ടുള്ള തെരച്ചിൽ. അതിനിടയിലാണ് ഒരു ആശ്വാസ വാർത്ത എന്നുള്ള രീതിയിൽ ട്രെയിനിലുണ്ട് എന്നുള്ളൊരു വന്നത്. വളരെ വേഗത്തിൽ ആ പരിശോധന വ്യാപിച്ചു. പാലക്കാട് ആ ട്രെയിൻ എത്തുമ്പോഴേക്കും ഉദ്യോഗസ്ഥരൊക്കെ മുഴുവൻ ബോഗികളിലും എത്തി പരിശോധിച്ചു. ഇപ്പോൾ വരുന്നൊരു വിവരം, കോയമ്പത്തൂർ വരെയുള്ള പരിശോധനയിലും ആ കുട്ടിയെ കണ്ടെത്താനായിട്ടില്ല എന്നുള്ള സങ്കടകരമായിട്ടുള്ള കാര്യം വരുന്നു. അങ്ങനെ ട്രെയിനിലെ എവിടെയെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവിടെയും കയറി പരിശോധിക്കുന്ന ഉദ്യോഗസ്ഥരെയാണ് നമ്മൾ കണ്ടത്. എല്ലാ ശ്രമങ്ങളും നടത്തി.
നടത്തി, പക്ഷെ അവിടെയും കണ്ടിട്ടില്ല. ഇപ്പോൾ പ്രധാനമായും പരിശോധന നടക്കുന്നത് തിരുവനന്തപുരം നഗരം കേന്ദ്രീകരിച്ച് തന്നെയാണ്. ആ കുട്ടി നടന്നു പോകാനിടയുള്ള ആദ്യ CCTV ദൃശ്യം കിട്ടി. അതിന് സമീപത്തുള്ള ഇടങ്ങളിൽ മറ്റ് CCTVകളിൽ കൂടി ആ പെൺകുട്ടി പതിഞ്ഞിട്ടുണ്ടോ എന്നറിയാനുള്ള തിരച്ചിൽ കഴക്കൂട്ടം നഗരം കേന്ദ്രീകരിച്ച് നടത്തുന്നു. വിവിധ കടകൾ കയറിയിറങ്ങി ലഭ്യമായിട്ടുള്ള എല്ലാ CCTVകളും പരിശോധിക്കുകയാണ് പോലീസും നാട്ടുകാരും ഒക്കെ. ഏകദേശം 15 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു ഈ 13-കാരിയെ കാണാതായിട്ട്. വീട്ടിൽ അമ്മയോടും അനിയത്തിയോടും പിണങ്ങി ആ പിണക്കത്തിൻ്റെ പേരിൽ ഒരു ബാഗുമെടുത്ത് ഇറങ്ങിപ്പോയതാണ്. കയ്യിൽ പണമില്ല, ഭാഷയറിയില്ല, മറ്റ് സുഹൃത്തുക്കൾ ഇവിടെയില്ല, ഇവിടെ എത്തിയിട്ടധികം നാളുമായിട്ടില്ല. അങ്ങനെയുള്ളൊരു കുട്ടി ഇത്രയധികം സമയം എവിടെയാണ് മറഞ്ഞിരിക്കുന്നത് എന്നാണ് എല്ലാവരെയും ആശങ്കപ്പെടുത്തുന്നത്. എന്തായാലും ആ കണ്ടെത്തുന്നത് വരെ ഈ തിരച്ചിൽ തുടരും. അത് രാത്രി ഒരു തടസ്സമായിരിക്കില്ല എന്നാണ് ഉദ്യോഗസ്ഥർ പറഞ്ഞത്. സാധ്യമായ എല്ലാ വഴികളിലൂടെയും പെൺകുട്ടിയെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടത്തും എന്ന് തന്നെയാണ്. ഇപ്പോൾ വിവിധ കടകളിൽ കയറിയുള്ള CCTV പരിശോധനകളാണ് നടത്തുന്നത്. പ്രസാദ് നേരത്തെ പറഞ്ഞതുപോലെ രാത്രി കടകളൊക്കെ തുറന്നിരിക്കുന്ന, സദാസമയവും നല്ല തിരക്കുള്ള ഒരു പ്രദേശം കൂടിയാണ്. എവിടെ നിന്നെങ്കിലും ഒരു സൂചന കിട്ടും എന്ന പ്രതീക്ഷ തന്നെയാണോ പോലീസിനുള്ളത് ഇപ്പോഴും? ഉറപ്പായിട്ടും സായി, കാരണം അങ്ങനെ പ്രതീക്ഷിക്കാൻ മാത്രമേ വഴിയുള്ളൂ. അതുതന്നെയാണ് ഈ തെരച്ചിലിനെ മുന്നോട്ട് നയിക്കുകയും ചെയ്യുന്നത്. ഇന്ന് രാവിലെ അവിടെ നിന്നിറങ്ങി എവിടേക്ക് ഏത് ഭാഗത്തേക്ക് പോയി എന്ന് അറിയാൻ പോലും ഇതുവരെയും പറ്റിയില്ല എന്നതാണ്. പ്രധാനമായും ഈ കഴക്കൂട്ടം നഗരം കേന്ദ്രീകരിച്ചുള്ള CCTVകളാണ് ഇപ്പോൾ പരിശോധിക്കുന്നത്. നേരത്തെ നമ്മൾ കണ്ടു, പല കടകളിൽ കയറി പരിശോധിക്കാൻ പറ്റുന്നതൊക്കെ പരിശോധിക്കുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ ടെക്നോ പാർക്കിനോട് ചേർന്ന പ്രദേശമാണ് കഴക്കൂട്ടം ടൗൺ എന്ന് പറയുന്നത്. അതുകൊണ്ട് രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ ഇവിടെ കടകളെല്ലാം സദാസമയം തുറന്നിട്ടുണ്ടാകും. ധാരാളം ആളുകളും ഉണ്ടാകും ഈ സമയങ്ങളിലെല്ലാം. അതുകൊണ്ട് കുറച്ചുകൂടി എളുപ്പമാണ് പോലീസിന് കാര്യങ്ങൾ എന്നതാണ്. ഇല്ലെങ്കിൽ കടയുടമകളെയൊക്കെ വിളിച്ചു കൊണ്ടുവന്ന് വേണം ഈ നടപടികളൊക്കെ പൂർത്തിയാക്കാൻ. പക്ഷേ അപ്പോൾ തന്നെ നോക്കാൻ കഴിയുന്നു. ഇതുപോലെ പല സംഘങ്ങളായി തിരിഞ്ഞാണ് പല ഭാഗങ്ങളിലൂടെ നോക്കുന്നത്. ഏതാണ്ട് 10:30 ശേഷമുള്ള സമയമാണ്. ആ 10:30 ശേഷമുള്ള സമയത്ത് ഈ പെൺകുട്ടി ഇതുവഴി നടന്നു പോയിട്ടുണ്ടോ എന്നതാണ്. ഏകദേശം ഇവിടുന്ന് ആ റോഡിലേക്ക് കയറിയ സ്ഥലത്തേക്ക് എത്ര ദൂരം ഉണ്ടാവും? 2 കിലോമീറ്റർ. ഇവിടുന്ന് 1.5 കിലോമീറ്റർ. 1.5 കിലോമീറ്റർ നടക്കാനുള്ള സാധ്യത. അതിൻ്റെ ഇടയിൽ നമുക്കൊന്നും കിട്ടിയില്ലല്ലോ ഇതുവരെ. പോലീസ് സ്റ്റേഷൻ്റെ തൊട്ടടുത്ത് നിന്നുള്ള 10:40 ഫോട്ടോ ഇത് വീഡിയോ കിട്ടി, ദൃശ്യം കിട്ടി. അവിടുന്ന് കയറുന്ന അല്ലല്ല, അവിടെ നിന്ന് നടന്നു വരുന്നത്. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ടുള്ളതാണ് ഇപ്പോൾ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ഇങ്ങോട്ടുള്ളത് പോലീസ് സ്റ്റേഷൻ കഴിഞ്ഞിട്ടുള്ളത് അതാണ്. ഇവിടെ ഈ ഭാഗത്ത് എവിടെയെങ്കിലും വന്നാലെന്ന്. അതിനിടയ്ക്ക് റോഡുണ്ട്, ഇടത്തോട്ട് റോഡുണ്ട്, തുമ്പ കടപ്പുറത്തോട്ട് പോണ റോഡുണ്ട്. അതിലേക്ക് കയറിപ്പോയോ എന്നുള്ളത് അങ്ങോട്ട് പോലീസ് ആ സ്ഥലത്തുള്ള CC ക്യാമറ പരിശോധിക്കുന്നതാണ് അല്ലേ? CC ക്യാമറകളെല്ലാം പരിശോധിക്കുന്നുണ്ട്. പക്ഷേ നമുക്കിപ്പോൾ അവസാനം പോലീസ് സ്റ്റേഷൻ്റെ ഫ്രണ്ട് വരെ ഉള്ളത് 10:42 സമയം കിട്ടിയിട്ടുണ്ട്. ഇനി ഇങ്ങോട്ടുള്ള പ്രദേശങ്ങൾ നോക്കണം. ബാക്കിയുള്ള കടകളെല്ലാം അടച്ചു കിടക്കുന്നതുകൊണ്ട് അവരെല്ലാം ഓണേഴ്സിനെയൊക്കെ തപ്പി പോയിട്ടുണ്ട്. പരമാവധി ആൾക്കാർ രാത്രി തന്നെ വന്ന് തുറന്ന് നമുക്ക് പരമാവധി ക്യാമറകൾ പരിശോധിക്കാൻ കഴിയുമെന്നാണ് വിശ്വാസം. ഇപ്പോൾ ഇവിടെ വളരെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഭൂരിപക്ഷം കടകളിലെയും പുറത്തുള്ള ക്യാമറകൾ, തുറന്നിരിക്കുന്ന കടകളിലെ പുറത്തുള്ള ക്യാമറകൾ ഇപ്പുറത്തെ സൈഡ് വഴിയാണല്ലോ അല്ലേ കുട്ടി അവിടെ നടന്നു വന്നുകൊണ്ടിരുന്നത്? അതെ അതെ അതെ. ദേശീയകൂപ്പ പ്രതീക്ഷയോടെയാണ് സായി എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഇവിടെ ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരെ കൂടാതെ വേറെയും നിരവധി പേരുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. എല്ലാവരും കുട്ടിയെ കാണാൻ കഴിയുമോ, ഏത് ഭാഗത്തേക്കാണ് പോയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതാണ് നോക്കുകയും ചെയ്യുന്നത്. ഇങ്ങനെ പല കടകൾ, പല വീടുകൾ, എവിടെയൊക്കെ CCTV ഉണ്ടോ അവിടെയൊക്കെ പരിശോധന തുടരുകയാണ്. എങ്കിൽ മാത്രമേ ഏതാണ്ടൊരു രൂപത്തിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ എങ്ങോട്ടേക്കാണ് പോയത് എന്നുള്ളത്. ഏതാണ്ട് കുട്ടി മെയിൻ റോഡിലേക്ക് കയറിയ ഭാഗത്ത് നിന്ന് ഏതാണ്ട് 1 കിലോമീറ്ററിലധികം ദൂരമുണ്ട് എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ഇത്രയും ദൂരം നടന്നു വരുമോ, അതല്ല വഴിയിലേതെങ്കിലും ബസ്സിനോ മറ്റോ കയറി പോകാനുള്ള സാധ്യതയുണ്ടോ എന്നതാണ് പ്രധാനമായും നോക്കുന്നത്.